അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. പലരും പറഞ്ഞത് ഉസ്താദെ കഴിഞ്ഞ വർഷം വർഷം വല്ലാതെ പ്രയാസത്തിലായി പോയിട്ടുണ്ട്. കച്ചവടം മോശമായി, അതുപോലെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നു, വല്ലാതെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത അവസ്ഥയായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ബലാഉ പിടിച്ച വർഷമായി പോയിട്ടുണ്ട്. ഞാൻ പറയാനുള്ള കാരണം പുതിയൊരു വർഷം കടന്നു വരികയാണ് അല്ലേ? പരിശുദ്ധ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസം നമ്മുടെ ന്യൂ ഇയറാണ്. അപ്പോൾ ന്യൂ ഇയർ കടന്നു വരുമ്പോൾ കഴിഞ്ഞൊരു വർഷത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യും? പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് ഇങ്ങനെ വിലയിരുത്തും. കഴിഞ്ഞ വർഷം ആകെ തകിടം മറിഞ്ഞൊരു വർഷമായിരുന്നു, അതിനാൽ ഇനി അടുത്ത വർഷം അതുപോലെ തന്നെ ആകുവോ ഇല്ലയോ, എന്തായിരിക്കും അവസ്ഥ? ഈ ബേജാറ് കൊണ്ട് ദുആ പറഞ്ഞവരാണ് പല ആളുകളും. ഉസ്താദെ ഖൈറാകാൻ വേണ്ടി ദുആ ഇറക്കണമെന്ന്. കഴിഞ്ഞ വർഷം വല്ലാതെ പ്രയാസപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് കടബാധ്യതയിൽ പെട്ടുപോയ ആളുകളുണ്ട് അല്ലേ? സാമ്പത്തികമായി വലിയ തകർച്ചയിൽ അകപ്പെട്ട പല ആളുകളുണ്ട്. ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരിലുണ്ട്. എന്നോട് ദുആ വസിയത്ത് ചെയ്ത പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും പെട്ട ആളുകളുണ്ട്. ശാരീരികമായി അസ്വസ്ഥതകൾ വന്നവർ, പ്രയാസം വന്നവർ, രോഗം വന്നവർ, കഠിനമായ രോഗത്തിൽ ഹോസ്പിറ്റലുകളിൽ ചെലവഴിക്കേണ്ടി വന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. പലരും നഷ്ടം സംഭവിച്ചു പോയി. എങ്ങനെ ആളുകൾക്ക് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അടുത്തടുത്ത് പെടുന്നതിനെയുള്ള കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരൻ്റെ വീട്ടിൽ പോയി. 34 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പെട്ടെന്നൊരു പനി വന്നതാണ്. കുറച്ച് ദിവസം ഒന്ന് ചികിത്സയിൽ കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ കിടന്നു, മരണപ്പെട്ടു പോയി. അപ്പം ഇങ്ങനെ പെടുന്നതിനെയുള്ള മരണങ്ങൾ കൊണ്ട് വിഷമിച്ച ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അപ്പോൾ പ്രയാസങ്ങൾ പലതരത്തിലുണ്ട്, പല രൂപത്തിലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഒരേ രൂപത്തിലുള്ള പ്രയാസമാകണമെന്നില്ല. എനിക്കുള്ള പ്രയാസമായിരിക്കില്ല എൻ്റെ ശബ്ദം ശ്രവിക്കുന്നത് നിങ്ങൾക്കുണ്ടാകുക, നിങ്ങൾക്കുള്ളതായിരിക്കില്ല നിങ്ങളുടെ തൊട്ടടുത്ത അയലത്തുള്ള ആളുകൾക്കുണ്ടാകുക, നിങ്ങളുടെ അയൽക്കാരനുള്ളതായിരിക്കില്ല നിങ്ങളുടെ കൂട്ടുകാരനുണ്ടാകുക. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായിരിക്കും പ്രയാസങ്ങൾ. പക്ഷേ ഇതിനുള്ള പരിഹാരങ്ങളെല്ലാം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. നമുക്ക് എത്ര പ്രയാസം ഉണ്ടെങ്കിലും ശരി, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ശരി, നമ്മളെ പിടിച്ചു കുലുക്കുന്ന നമ്മളെ ഇല്ലാതെയാക്കി കളയുന്ന അത്ര രൂപത്തിലുള്ള പ്രയാസങ്ങൾ നമ്മെ നേരിട്ടാലും ശരി, അതൊക്കെ നിഷ്പ്രയാസം മാറ്റിക്കളയാൻ, അതൊക്കെ ഇല്ലാതെയാക്കാൻ ചെറിയ അമലുകൾ മതി എന്ന് നബി തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇന്നും അങ്ങനെ ഒരു ഹദീസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ദിക്ർ പഠിക്കാം. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? 70 മുസീബത്തുകളിൽ നിന്നുള്ള കാവൽ ഈ ഒരു ദിക്ർ പതിവാക്കുന്നവർക്ക് കിട്ടും. 70 മുസീബത്ത്. നമുക്ക് എത്ര മുസീബത്ത് അറിയാം? നമുക്ക് മുസീബത്ത് ഒന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? രോഗം ഒരു മുസീബത്താണ്, കടം ഒരു മുസീബത്താണ്, അതുപോലെ തന്നെ ശത്രുവിന്റെ ഉപദ്രവം അതൊരു മുസീബത്താണ്. അങ്ങനെ തുടങ്ങി നമ്മൾ എണ്ണിയാലും കുറഞ്ഞല്ലേ കിട്ടുള്ളൂ നമുക്കുള്ളത്. എന്നാൽ ഈ ദിക്ർ പതിവാക്കുന്നവർക്ക്, ചെറിയ ദിക്റാണത്, പതിവാക്കുന്നവർക്ക് 70 വലിയ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകുമെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അത് പഠിപ്പിച്ചു തരിക. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നമുക്ക് പകർന്നു തരികയാണ്. എന്ത്? 70 മുസീബത്തിൽ നിന്ന് കാവൽ തേടാനുള്ള, അതിന് വലിയ ദിക്ർ ചൊല്ലണോ, വലിയ അമൽ ചെയ്യണോ? അതിൻ്റെ ആവശ്യമില്ല. ചെറിയ, നമ്മൾ സാധാരണ നിസ്കരിക്കാറുണ്ട് അല്ലേ? എന്താണ് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ സാധാരണ നിസ്കരിക്കാറുണ്ട്, പ്രത്യേകിച്ച് ബാക്കിയുള്ള ജമാഅത്തുകളൊന്നും പരിഗണിച്ചില്ലെങ്കിലും മഗ്രിബ് ജമാഅത്ത് പുരുഷന്മാരധികവും എന്ത് ചെയ്യും? പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ട് അല്ലേ? മഗ്രിബ് ജമാഅത്ത് കൃത്യമായി പരിഗണിക്കാറുണ്ട്. ബാക്കിയുള്ള നിസ്കാരങ്ങളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യൂല, ഇഷാവോ അതുപോലെ സുബഹിയോ ദുഹറോ അസറോ ഒന്നും ചിലപ്പം ജമാഅത്തിന് പങ്കെടുത്തില്ല എങ്കിലും മഗ്രിബിൽ എന്തോ ഒന്ന് പ്രത്യേകമായിട്ട് ജമാഅത്തിന് പങ്കെടുക്കും. ഞാൻ ആ പങ്കെടുക്കണ്ട എന്നല്ല പറയുന്നത്, മനസ്സിലാക്കാൻ കൂടി എൻ്റെ ഇടയിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജമാഅത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂലി കുറഞ്ഞ ജമാഅത്താണ് മഗ്രിബ്. ഏറ്റവും കൂലി കുറഞ്ഞ ജമാഅത്താണ് മഗ്രിബിന്റെ ജമാഅത്ത്. കൂലി ഇല്ലെന്നല്ല, മറ്റ് ജമാഅത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂലി കുറഞ്ഞ ജമാഅത്ത് മഗ്രിബിന്റെ ജമാഅത്താണ്. ഏറ്റവും കൂലി കിട്ടുന്ന ജമാഅത്ത് ഏതാണ്? സുബഹിയുടെ ജമാഅത്തുമാണ്. സുബഹിയുടെ ജമാഅത്ത്. ഇനി ആലോചിച്ചാൽ മതി നമുക്ക് എന്തിനോടാണ് ആഗ്രഹം എന്ന്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അവർ വീട്ടിൽ തന്നെ അവർ നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് എങ്കിൽ ഇനി വരുന്നൊരു വർഷം മുഹറം കടന്നു വരുമ്പോൾ, മുഹറം മാസത്തിൽ ഇന്നു മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പതിവാക്കാൻ പറ്റുന്ന ഈ ദിക്ർ കൊണ്ട് നടക്കുകയാണെങ്കിൽ
കുറഞ്ഞ സമയം മതി. അത് മുടങ്ങാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഈ വരുന്ന ഒരു വർഷം കൃത്യമായി റാഹത്തോടുകൂടി ജീവിക്കാൻ പറ്റും. ശാരീരിക ഇടങ്ങേറുകളോ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റു പ്രയാസങ്ങളോ നമ്മെ പ്രയാസപ്പെടുത്താതെ ഒരു ഇടങ്ങേറുകളിലും ചെന്ന് ചാടാതെ 70 പരം വരുന്ന മുസീബത്തുകളിൽ നിന്നുള്ള സംരക്ഷണത്തോട് കൂടിയിട്ട് ഈ ഒരു വർഷം കഴിഞ്ഞു പോകാൻ നമുക്കൊണ്ട് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എന്ത് ചെയ്താൽ മതി? നിസ്കാരം, ഏത് മഗ്രിബ് നിസ്കാരവും അതുപോലെ ഇശാ നിസ്കാരം. മഗ്രിബ് ഇശാ നിസ്കാരത്തിന് ശേഷം 7 തവണ, കൂടുതലൊന്നും വേണ്ട, മഗ്രിബിന്റെയും ഇശാഇന്റെയും നിസ്കാരത്തിന് ശേഷം ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും അഫ്ളലാണ് എന്ന് മഹാന്മാർ പറയുന്നു. ജമാഅത്തായി വീട്ടിലുള്ള ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ജമാഅത്തിന് പറ്റിയ ആരും വീട്ടിലില്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബോ ഇശാഓ ഒറ്റയ്ക്ക് നിസ്കരിച്ചതിന് ശേഷം 7 തവണ ഞാൻ ഈ ചൊല്ലുന്ന, നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എല്ലാവർക്കും അറിയുന്ന, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് അറിയുന്നതായിരിക്കും അല്ലേ? നമുക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിസ്മി എന്തായാലും എല്ലാവർക്കും അറിയാലോ. ലാ ഹൗല വലാ ഖുവത നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിന്റെ ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമുക്ക് അറിയുന്നതാണ്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ഒരു ദിക്ർ ഇത്രയും 7 തവണ, കൂടുതലൊന്നുമില്ല. എത്ര സമയം വേണ്ടി നമുക്ക് ചൊല്ലിയാലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 7 തവണ ചെല്ലാൻ ചുരുങ്ങിയ സമയം മതി. നോക്കുക, ഇശാഇന്റെയും മഗ്രിബിന്റെയും നിസ്കാരശേഷം ആരെങ്കിലും ഒരാൾ 7 തവണ ചൊല്ലിയാൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖാലഹാ, ആരെങ്കിലും ഒരാൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ലം യുസിബുഹു ജുനൂനുൻ വലാ ജുദാമുൻ വലാ ബറസുൻ വലാ 70 നൗഅൻ മിൻ അൻവാഇൽ ബലാ. ഒരു ഭ്രാന്ത് എന്ന രോഗം പിടിക്കുക. ഒരു രോഗം പറഞ്ഞതാണ്, എന്ത്? ഭ്രാന്ത് പോലത്തെ വലിയ പ്രയാസമുള്ള രോഗങ്ങൾ, അല്ലെ വെള്ളപ്പാണ്ട് പോലത്തെ പ്രയാസപ്പെടുന്ന മാരകമായ രോഗങ്ങൾ, അത് വലിയ രോഗങ്ങൾ പറയാൻ കാരണം എന്താ? ആ വലിയ രോഗങ്ങൾ പോലും എന്ത് ചെയ്യില്ല, അങ്ങനത്തെ വലിയ മുസീബത്തുകളിൽ നിന്ന് പോലും ആ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാവുന്ന ആരെങ്കിലും ഒരാൾ ഈ ദിക്ർ പതിവാക്കുന്നവരാണ് എങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്നും, അത് മാത്രവുമല്ല വലാ 70 നൗഅൻ മിൻ അൻവാഇൽ ബലാ, മുസീബത്തുകളുടെ ബലാഹുകളുടെ ഇടങ്ങേറുകളുടെ ഇനങ്ങളിൽ 70 ഇനങ്ങളിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്യും? അവർക്ക് സംരക്ഷണം നൽകുന്നതാണ്. അവരിലേക്ക് എത്തുക പോലും ഇല്ല എന്ന്. ഞാൻ ചൊല്ലുന്ന ആളാണ് എങ്കിൽ എൻ്റെ 7 അയലത്ത് എന്തെത്തൂല, ഒരു മുസീബത്തും വരൂല എന്ന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ചൊല്ലാൻ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ കഴിഞ്ഞ വർഷം പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടിയ, അങ്ങനെ ദ്വാരക്കാൻ വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം കൽബിലുള്ള ആളുകൾ പലപ്പോഴും വിളിച്ചിട്ട് പലരും പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഉസ്താദ് എന്തെങ്കിലും പോംവഴി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ റീപ്ലൈ തരാൻ പറ്റാത്താവുന്ന ജോലി തിരക്ക് കാരണമായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, പൊരുത്തപ്പെടണം. ഇൻഷാ അല്ലാഹ് ഒരു വട്ടം റീപ്ലൈ തന്നില്ല എങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ആ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്ത് തന്നാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റീപ്ലൈ തരും. അള്ളാഹു സുബ്ഹാനഹു തആല, ഞാൻ വലിയ ആളായതുകൊണ്ട് പറയല, മറിച്ച് ഈ പറയുന്നതൊക്കെ മഹാന്മാർ പഠിപ്പിച്ചു തന്നതായതുകൊണ്ട് അതിലൊരു ഫലം കിട്ടും, ഒരു അസറുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത്. അള്ളാഹുവെ, ഞങ്ങൾക്ക് ജീവിതത്തിൽ നിലനിർത്താനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹ്. ഇത് ചൊല്ലുന്നത് കാരണം ഞങ്ങളുടെ എല്ലാ ബലാഉ മുസീബാത്തുകളും ഫിത്ന ഫസാദുകളും ഇടങ്ങേറുകളും ഞങ്ങളിൽ നിന്ന് ഈ മാറ്റണേ റഹ്മാനെ. നമ്മൾ ആത്മാർത്ഥമായ ഖൽബോട് കൂടിയിട്ടാവണം ചെയ്യേണ്ടത്. എന്ത് ചെയ്താലും കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലേ? കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി, അങ്ങനത്തെ പരിപാടി പറ്റൂല. കിട്ടുന്നേ കിട്ടട്ടെ, അതല്ല, മറിച്ച് എന്ത് ചെയ്യുക, എനിക്ക് അള്ളാഹു നൽകും, എനിക്ക് സംരക്ഷണം ലഭിക്കും, മുസീബത്തുകളിൽ നിന്നുള്ള രക്ഷ എനിക്ക് കിട്ടും. ഈ ഒരു നല്ല നിയ്യത്തോട് കൂടിയിട്ട് എല്ലാ മഗ്രിബിന് ശേഷം ഇശാഇന് ശേഷം ഒന്ന് ചൊല്ലിക്കേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വെറും 7 തവണ ചൊല്ലിയാൽ മതി. 70 വലിയ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകുന്ന
7 തവണ ചൊല്ലുന്നതിന് 70 വലിയ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകുന്നതാണ് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. അതുമാത്രമല്ല, ഈ ദിക്ർ പതിവാക്കുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം കൂടി അവിടുന്ന് പറയുന്നുണ്ട്. ആര്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്ർ പതിവാക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന 70 മുസീബത്തുകൾ എന്നുള്ള കാവൽ അതൊക്കെ അതിന് പുറമെ ബോണസ് ആയിട്ടൊന്ന് കിട്ടുന്നുണ്ട്. എന്താ അറിയോ? അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ അടുപ്പമുള്ളവരായിത്തീരും. അങ്ങനെ അടുപ്പമുണ്ടായ എന്താ ഗുണമെന്നറിയോ? ഞാനിപ്പോൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആളാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുമ്പോൾ, എന്തെങ്കിലും റബ്ബിനോട് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹു അതങ്ങ് നടത്തിത്തരും. അതാണ് അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്താൽ കിട്ടുന്ന നേട്ടം. ഈ ദിക്ർ പതിവാക്കുന്നവർക്ക്. കാരണം എന്താ പറയുന്നത്? അള്ളാഹു മതി എന്നാണ് പറയുന്നത്. അള്ളാഹു എല്ലാത്തിനും മതിയായവരാണ് എന്ന്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ മതിയായതായി തീരും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി അള്ളാഹു കബൂലാക്കട്ടെ. ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിക്റോ ദുആയൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക്, അയൽവാസികളിലേക്ക്, കുടുംബാദികളിലേക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്കൊക്കെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന വലിയ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് ഒരു നന്മ മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.